നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു പിടി വമ്പൻ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം, എന്താ സംശയം, ബയേണും ആഴ്സണലും തമ്മിലുള്ള കളി തന്നെയാണ്. അതുപോലെ ഡിയോഗോ സിമയോണി തൻ്റെ മുൻകാല ക്ലബ്ബ്, അദ്ദേഹം കളിച്ച ക്ലബ്ബ് ഇൻ്റർ മിലാൻ, ആ ഇൻ്റർ മിലാനെതിരെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ അണിയിച്ചൊരുക്കി ഇറക്കുന്നുണ്ട്. PSG ടോട്ടനാം ഹോട്ട്സ്പറുമായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ മികച്ച പോരാട്ടങ്ങളുടെ ഒരു ദിവസമാണിന്ന്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് ഡേ 5 ഇന്നത്തെ പോരാട്ടങ്ങൾ നമ്മൾ നോക്കുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 11:15 2 കളികൾ. പെഫോസ് വേഴ്സസ് മൊണാക്കോ പോരാട്ടവും കോപ്പൻഹേഗൻ വേഴ്സസ് കൈറാത്ത് പോരാട്ടവും രാത്രി 11:15. പിന്നെ 1:30 ഒരു പിടി വമ്പൻ പോരാട്ടങ്ങൾ. ഇന്ന് റയൽ മാഡ്രിഡ് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ഒളിമ്പിയാക്കോസാണ്. അതൊക്കെ എത്ര വലിയ കളിയാണോ ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നത് നന്നാവും, ഗ്രീസിൽ പോയിട്ട് ഇതുവരെ റയൽ വിജയിച്ചു വന്നിട്ടില്ല. ഇന്നലെ അത് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സാബി അലോൺസോയോട് ചോദിക്കുകയുണ്ടായി, ഗ്രീസിൽ ഇതുവരെ റയൽ ജയിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മറുപടി ദർ ഈസ് ഓൾവേസ് എ ഫസ്റ്റ് ടൈം എന്നാണ്. അപ്പോൾ ഇന്ന് ആ ഫസ്റ്റ് ടൈം ആകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല സാബി അലോൺസോക്ക് ഇന്ന് ജയിച്ചേ പറ്റൂ. കഴിഞ്ഞ 3 കളികൾ റയൽ വിജയിച്ചിട്ടില്ല. അതിൻ്റെ വലിയ രൂപത്തിലുള്ള പ്രഷർ അദ്ദേഹത്തിൻ്റെ മേലുണ്ട്. ഇന്നൊരു മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നു. അതേ സമയത്ത് തന്നെയാണ് സ്പോർട്ടിങ്ങും ക്ലബ് ബ്രൂഗയും തമ്മിലുള്ള കളി. ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടും അറ്റലാൻ്റയും തമ്മിൽ അതേ സമയത്ത് ഏറ്റുമുട്ടുന്നു. ലിവർപൂളിൻ്റെ കളി രാത്രി 1:30 PSV ഐന്തോവനുമായിട്ടാണ്. പ്രീമിയർ ലീഗിൽ പണി കിട്ടുന്നുണ്ടെങ്കിലും യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ റയലിനൊക്കെ തോൽപ്പിച്ച് നിൽക്കുന്ന ലിവർപൂളിന് അത് തുടരാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ. അതേ സമയത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മൈതാനത്ത് ഇൻ്റർ മിലാൻ ഇറങ്ങുന്നത്. അതൊരു മികച്ച പോരാട്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആഴ്സണൽ വേഴ്സസ് ബയേൺ പോരാട്ടം, PSG വേഴ്സസ് ടോട്ടനം പോരാട്ടം. ഈ മത്സരങ്ങൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 ഒരുമിച്ച് അങ്ങ് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, ഏത് കളി കാണും. പക്ഷേ മിക്കവരും ഇന്ന് ചൂസ് ചെയ്യുക ബയേൺ വേഴ്സസ് ആഴ്സണൽ പോരാട്ടമായിരിക്കും. അതായത് ഏതെങ്കിലും ക്ലബിൻ്റെ ആരാധകരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാത്തവർ, ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആരാധകർ, ഇൻ്റർ മിലാൻ്റെ ആരാധകർ, റയലിൻ്റെ ആരാധകരൊക്കെ അവരവരുടെ കളികൾ കാണും. അതല്ലാത്തവർ സ്വാഭാവികമായിട്ടും ഇന്ന് ചൂസ് ചെയ്യുക ബയേൺ വേഴ്സസ് ആഴ്സണൽ പോരാട്ടമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.